ഞാൻ ചിലാബിയൻസ്കിയിൽ നിന്ന് തിരുമ്പൂറിലേക്ക് പോകുന്ന യാത്രയിലാണ്. ഈ കാണുന്ന കാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉറാളെന്ന് പറയുന്ന ഒരുപാട് ഫാക്ടറികളുള്ള സ്ഥലമാണ്. അപ്പോൾ അതുപോലൊരു ഫാക്ടറിയുടെ ഒരു സൈഡാണ് നമ്മൾ ഈ കാണുന്നത്. ആ ഫാക്ടറിയിൽ നിന്ന് എന്തോ ഖനനം ചെയ്തിട്ട് അതിനകത്തുനിന്ന് ബാലൻസ് വരുന്ന ഈ മണ്ണ് പോലത്തെ ഈ മെറ്റീരിയൽ ആ സൈഡിൽ കൂട്ടിയിട്ടേക്കുന്നത്. ഇങ്ങനെ ഈ ട്രെയിൻ യാത്രയിൽ 1, 2, 3 ഫാക്ടറികളെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഉറാളിൽ ഒരുപാട് ഫാക്ടറി കാര്യങ്ങളുള്ള സ്ഥലമാണ് ഉറാളെന്ന് പറയുന്നത്. ഇത് ഹീറ്ററാണ് എൻ്റെ ഈ സൈഡിൽ കാണുന്നത്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് ഹീറ്റർ. കാരണം ഇവിടെ തണുപ്പല്ലേ. ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ വരെ CCTV ഉണ്ടെന്നുള്ള കാര്യമാണ്. പക്ഷേ ട്രെയിനിനകത്തിലെ ടോയ്ലറ്റ് സൂപ്പറാണ്, ഫുള്ള് ക്ലീനാണ്. ലോക്കൽ ട്രെയിനായിട്ട് ഒരു വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ബാറ്ററി ഉണ്ട്. ഈ വെള്ളം അടിക്കുന്നതിനകത്ത് രസമായിട്ടുള്ള പരിപാടി. ഇവിടെ ഈ സ്വിച്ച് ഉണ്ട്, വലിച്ചെടുത്തോണ്ട് പോകാം. എന്തായാലും മൂത്രം ഒഴിക്കാൻ നേരത്ത് നമ്മളെപ്പോഴും ഈ സാധനം ഉണ്ടല്ലോ, ഇതെടുത്ത് എൻ്റെ അടപ്പ് അപ്പുറത്തോട്ട് വെക്കുക. എനിക്കത് അറിയത്തില്ലായിരുന്നു, ഇവിടെ ഒന്ന് പഠിപ്പിച്ച് തന്നപ്പോഴത്തേനും മനസ്സിലായത്. നിന്ന് മൂത്രം ഒഴിക്കുന്നവരാണെങ്കിൽ ഈ സാധനം നേരെ അടപ്പ് മുകളിലോട്ട് അങ്ങോട്ട് വെക്കുക, എന്നിട്ട് മൂത്രം ഒഴിക്കുക. ഇരുന്ന് മൂത്രം ഒഴിക്കാനോ ടോയ്ലറ്റിൽ പോകാൻ വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ മാത്രമേ ഈ സാധനം അങ്ങോട്ടേക്ക് വെച്ചിട്ട് ഉപയോഗിക്കാവുള്ളൂ. അങ്ങനെയാണ് ഇത് ടോയ്ലറ്റ് ഇതാക്കുന്ന ആൾക്കാർ പറഞ്ഞു തന്നിട്ടുള്ളത്. ചെറിയൊരു ഇൻഫർമേഷനാണ്, എനിക്കത് അറിയത്തില്ലായിരുന്നു. തിരുമ്പൂർ മെട്രോ ഉണ്ട് കേട്ടോ, മെട്രോ വക്സാൽ. തിരുമ്പൂർ റെയിൽവേ സ്റ്റേഷനാണിത് കാണുന്നത്. ചിലാബിയൻസ്കി ഇങ്ങോട്ടേക്കൊരു 3 മണിക്കൂർ മെട്രോ ഉണ്ട് കേട്ടോ ഇവിടെ. ഇനി ബസ് സ്റ്റാൻഡ് എന്തായാലും പോയി നോക്കട്ടെ. ഇത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങണമെങ്കിൽ കണ്ടോ, ഇത് ഫുള്ള് അടച്ചിട്ടേക്കുന്നതാണ് ഈ സ്ഥലം ഫുള്ള്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്വിച്ച് കണ്ടോ, അത് ഞെക്കിയിട്ട് വേണം പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്, ഡോർ തുറക്കാൻ വേണ്ടി. ഇതാണ് തിരുമ്പൂർ റെയിൽവേ സ്റ്റേഷൻ. വലിയ റെയിൽവേ സ്റ്റേഷനാണ്. അതുപോലെ തന്നെ ഇവിടുന്ന് തന്നെ ബസ്സും കാര്യങ്ങളും എല്ലാം കിട്ടും. ഈ കിടക്കുന്ന ബസ്സുണ്ടല്ലോ, ഇത് എയർപോർട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഈ നീല കളർ ബസ്. ഇതാണ് ഇലക്ട്രിക്കൽ സ്കൂട്ടർ, സമക്കാത്ത് എന്ന് പറയും. നമ്മുടെ സ്പിർ ബാങ്കിൻ്റെ കാർഡുണ്ടെങ്കിൽ, ഏത് കാർഡ് ഇവിടുത്തെ, അത് വെച്ച് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പും ഉണ്ട്. ആപ്പും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെങ്ങാണ്ട് 1 മണിക്കൂർ വരത്തേക്ക് എത്ര രൂപ എന്നുള്ളൊരു എമൗണ്ട് ഉണ്ട്. ഇതാണ് സംഭവം. ഇതിപ്പം എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. ചിലാബിയൻസ്കിൽ കണ്ട് വെറുതെ കിടക്കുന്നുണ്ട്, അവിടെ കിടക്കുന്ന ഒരെണ്ണം. നമ്മളെവിടെയെങ്കിലും ഈ സാധനം എവിടെ നമുക്ക് പോകണോ അവിടെ വരെ കൊണ്ടിട്ടിട്ട് അങ്ങ് പോയാൽ മതി. പിന്നെ ഇവർ ആൾക്കാരുണ്ട്, അവർ വന്നിട്ട് ഈ സാധനം നേരെ മാറ്റി ബാറ്ററിയും കാര്യങ്ങളൊക്കെ മാറ്റി അവരെടുത്തിട്ട് പോകും. അല്ല ഇവിടുന്ന് തന്നെ ആൾക്കാർ നടന്നു വരുന്ന വഴിക്ക് ഇവിടുന്ന് സംഭവം എടുത്തിട്ട് നമുക്ക് പോകാൻ വേണ്ടി ഒരു ഇതുണ്ട്. സിറ്റിയിൽ എല്ലായിടത്തും ഉണ്ട് ഈ സാധനം, സമക്കാതിപ്പി എല്ലായിടത്തും. ഇതാണ് ഞാൻ താമസിക്കാൻ വേണ്ടി എടുത്തേക്കുന്ന അപ്പാർട്ട്മെൻറ്റാണ്. അടിപൊളി വ്യൂ ആണ് ഇതിൻ്റെ പുറത്തേക്കുള്ള. തിരുമ്പൂർ സിറ്റി ഫുള്ള് നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ കണ്ടോ പുറത്തേക്കുള്ള കാഴ്ച. ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. ഞാൻ വന്നിറങ്ങിയ അവിടെയാണ്. അതുപോലെ തന്നെ ആ സൈഡ് സിറ്റികൾ ഫുള്ള് നമുക്കിവിടെ നിന്ന് കാണാനും എടുക്കാനും പറ്റും. വളരെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട്. നൈറ്റ് ആകുമ്പോഴത്തേന് കുറച്ചുകൂടി സൂപ്പറാണ്. എന്തായാലും നൈറ്റ് വ്യൂ കാര്യങ്ങളൂടെ നിങ്ങളെ കാണിച്ചു തരാം. 25ാമത്തെ നിലയം കണ്ടാണ് ഞാൻ താമസിക്കുന്നത്. അടിപൊളി ഫ്ലാറ്റാണ്, ഒന്നും പറയാൻ പറ്റില്ല. ഇതാണൊരു സിംഗിൾ ബെഡ്റൂം ഫ്ലാറ്റാണ്. ബെഡും കാര്യങ്ങളും എല്ലാം ഉഷാറായിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ നാട്ടിൽ നിന്നല്ല വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കുറച്ച് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മസാല ഐറ്റംസ് എന്തെങ്കിലും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ ആയിട്ട് പൊറോട്ടയും ചിക്കൻ കറി ഉണ്ടാക്കാമെന്നുള്ളൊരു പരിപാടിയിലാണ്. അതുപോലെ സാധനങ്ങളൊക്കെ മേടി സെറ്റ് ചെയ്ത് വെച്ച് 2 അടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. വണ്ടികൾ കൊണ്ടുപോകുന്നതാണ്. തിരുമ്പൂർ സിറ്റിയാണ് ഫുള്ളി കാണുന്നത്.
റഷ്യയിലെ 4ാമത്തെ വലിയ സിറ്റിയാണ് ഈ എക്കറ്ററിൻബർഗ് എന്ന് പറയുന്നത്. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ 4:30 ആയിട്ടുണ്ട്. ജോലി കണ്ട ആൾക്കാർ പോകുന്നതിൻ്റെ കാരണം ഇത്രയും ട്രാഫിക്കും കാര്യങ്ങളും. ഇത് ലെൻഡേ എന്ന് പറയുന്ന വലിയൊരു സൂപ്പർ മാർക്കറ്റ്. ഞാനിവിടുന്ന് കുറച്ച് കൊഞ്ച് മേടിച്ച് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ മോസ്കോയിലും അല്ലെ ഉള്ള ആൾക്കാർക്ക് നോക്കണമെങ്കിൽ ഇവിടെ കുറച്ച് റേറ്റ് കുറവുണ്ട്. ഈ ലെൻഡേ എന്ന് പറയുന്ന വലിയ സൂപ്പർ മാർക്കറ്റാണ്. മറ്റുള്ള കടകളെ വെച്ച് നോക്കുമ്പോഴത്തേക്കിന് റേറ്റ് കുറവാണ് ഇവിടെ. എല്ലാ സാധനവും ഇവിടെ കിട്ടും. ചിക്കൻ്റെ സെക്ഷനാണ്. ഒരു ഫുൾ ചിക്കൻ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. നോക്കട്ടെ ഏതാ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫുൾ ചിക്കനോട് എടുത്ത്. ഇവിടെയൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് നമ്മുടെ എന്താ പറയുക, കക്കയിറച്ചിയാണ് കാണുന്നത്. കക്കയിറച്ചിയുണ്ട്. അതേപോലെ തന്നെ മറ്റേ നമ്മുടെ ഈ സാധനം, ഇതിൻ്റെ ഒരു പേരെന്നായിരുന്നു, പെട്ടെന്ന് കിട്ടുന്നില്ല കേട്ടോ പേര്, കൂന്തൾ. അതേപോലെ ഇതും കക്കയിറച്ചിയാണ്. ഇത് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പുറത്തെല്ലാം മീറ്റിൻ്റെ സെക്ഷനുണ്ട് വേറെ. ഇത് നമ്മുടെ ഉണക്കമീൻ്റെ ഇതാണ്. പല ടൈപ്പിലുള്ള ഉണക്കമീനുണ്ട്. സ്കൂംബ്രി നമ്മുടെ അയിലയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഞാൻ കഴിച്ചിട്ടുള്ള. പിന്നെ മറ്റേ നമ്മുടെ അല്ലാതെ ഇവിടെ കൊടുക്കാൻ വെച്ചിരിക്കുന്ന മീനുണ്ട്, പച്ച മീൻ. നല്ല സാൽമണിൻ്റെ തല ഇരിക്കുന്നുണ്ടോ ചമോനെ, തലക്കറി വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതൊക്കെ സാൽമണിന് ഉറപ്പില്ലാത്ത ഇറച്ചിയായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ഇതാണ് കേട്ടോ നമ്മുടെ ലേക്കിൽ നിന്ന് ഇങ്ങനെ ഷൂക്ക ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇവിടുത്തെ ലേക്കിലെ മീനുകളാണ് കേട്ടോ. ഇതല്ല റഷ്യയിലെ ലേക്കിലുണ്ടാകുന്ന മീനുകളാണ് ഇതെല്ലാം. കിലോ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മോരി പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടൽ മത്സ്യങ്ങളാണ് റഷ്യയിൽ. ഫ്രീസറായിട്ടിരിക്കുന്ന വേറെ സാധനങ്ങളുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫ്രഷാണ്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഈ ഷഷ്ലിക്ക് ഉണ്ടാക്കുക. ഷഷ്ലിക്ക് വെച്ചാൽ ഗ്രില്ലടിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. പല ടേസ്റ്റിലുള്ള സാധനങ്ങളുണ്ട്. ചിക്കന്, പന്നി, അതുപോലെ തന്നെ ഇത് വാരിയലാണ് ഈ സാധനങ്ങൾ. ഇത് തൈര് വെച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ അവിടെ മയോണസ് വെച്ചിട്ടുള്ളത്, സോസേജിൻ്റെ സാധനം. ഇത് ഭയങ്കര ടേസ്റ്റായിട്ടുള്ള സാധനം കേട്ടത്. ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. ചിക്കൻ്റെ കൈ ചിറകൊക്കെ വെച്ചിട്ടുള്ള. പിന്നെ ഫാർഷ, അതായത് ചതച്ച് വരുന്ന ഇറച്ചിയാണ് ഈ സാധനം. ഇത് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നല്ല പൊളി സാധനമാണ്. പിന്നെ മീറ്റിൻ്റെ സെക്ഷൻ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് പന്നി, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിക്കനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സ്ഥലമായിട്ട്. പച്ചക്കറിയുടെ വലിയൊരു സെക്ഷനാണ്. പച്ചക്കറി, ഫ്രൂട്ട്സ്, അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. മാങ്ങ, പഴം, അതേപോലെ തന്നെ ആ സൈഡിൽ കൊണ്ടുപോകാൻ നമ്മുടെ കുക്കുംബർ, ആപ്പിള്, കിഴങ്ങ്, ക്യാബേജ്. പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മഷ്റൂമിൻ്റെ തന്നെയായിട്ട് വലിയൊരു സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. പല ടൈപ്പിലുള്ള മഷ്റൂമുണ്ട്. ഇതെല്ലാം മഷ്റൂമിൻ്റെ സെക്ഷനാണ്. അതുപോലെ ഈ സലാഡ്, നമ്മുടെ ഇലകളുണ്ടല്ലോ, ഉള്ളിയുടെ, അതുപോലെ തന്നെ നമ്മുടെ മിൻറ്റ്, അത് മിൻറ്റാണ് ഇരിക്കുന്നത്. അങ്ങനെ ഏകദേശമുള്ള സാധനങ്ങളാണ്. ഇതും അതുപോലെ തന്നെ നമ്മുടെ ക്യാബേജ് ഉപ്പിലിട്ടേക്കുന്ന സാധനം. നമുക്ക് സൂപ്പിൻ്റെ കൂട്ടത്തിട്ട് കഴിക്കാനും അതുപോലെ തന്നെ എന്താ പറയുക, അല്ലാതെ തന്നെ കഴിക്കാനും നല്ലതാണ്. ഇത് മർക്കോഫ്, ഇതും നല്ല സൂപ്പർ സാധനം കേട്ടോ. ഈ ഒരു സാധനം നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. കഴിച്ചു നോക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള നാരങ്ങയുണ്ട്. അതുപോലെ തന്നെ മറ്റേ ചെറിയ നമ്മുടെ എന്താ പറയുക, മത്തങ്ങ ഉണ്ടല്ലോ, അത്, ഗ്രേപ്സ്, ലെമണ്, നമ്മുടെ ചെറുനാരങ്ങ. ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ് ഇപ്പോൾ നല്ലത്. പലയിടത്തു നിന്ന് വരുന്ന സംഭവമാണ് കേട്ടോ ഈ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പോർട്ട് ചെയ്തിട്ട്. ഈ തജാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ അവിടെ നിന്ന് വരുന്ന സംഗതിയും കാര്യങ്ങളും ഉണ്ട്. ഈ സൈഡിലും അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങ, അതുപോലെ തന്നെ നമ്മുടെ ഓറഞ്ച്,
മന്ദരിൻ, എന്താ പറയുക, മന്ദരിൻ്റെ പെട്ടെന്ന് കിട്ടുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കോളിഫ്ലവർ, ബ്രോക്കോളി, എല്ലാ സാധനവും ഇതിൻ്റെ ഒരു സെക്ഷൻ ഇതായിട്ടുള്ള വലിയൊരു സെക്ഷൻ തന്നെയാണ്. ഇങ്ങനെ വലിയൊരിതാണ്. ഇനി അടുത്തത് വേറെ സെക്ഷൻ ഉണ്ട്. അതുകൊണ്ട് മീറ്റിൻ്റെ സെക്ഷൻ നമ്മൾ പോയായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ പറഞ്ഞൊരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സലാഡാണ് കേട്ടോ. നിങ്ങൾ വരുന്ന ഒരു സലാഡ് മേടിച്ച് കഴിഞ്ഞാൽ കുറേ വെറൈറ്റി സലാഡുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ സാധനത്തിനൊക്കെ. ഒരുപാട് സലാഡ് ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതും വേറെ സലാഡാണ്. ഞാൻ പറഞ്ഞില്ല, ഈ നമ്മുടെ ഈ ക്യാരറ്റ് നല്ല ടേസ്റ്റാണ് ഈ സാധനം. നിങ്ങൾ മേടിച്ച് കഴിച്ച് നോക്കുക. അങ്ങനെ സ്മോക്കഡായിട്ട് വേറെ സാധനങ്ങൾ വേറെ ഉണ്ട്. പിന്നെ ചിക്കൻ്റെത് ഫ്രൈ, ഇതൊക്കെ നല്ല സാധനങ്ങളാണ്. പ്ലോഫ്, നമ്മുടെ പുലാവ്, ചിക്കൻ്റെതുണ്ട്. അതുപോലെ തന്നെ കട്ട്ലേറ്റിൻ്റെ വലിയൊരു സെക്ഷൻ തന്നെ ഉണ്ട്. ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസാണ് ഈ സൈഡിൽ ഫുള്ള് കാണുന്നത്. 100 ഗ്രാം 200 ഗ്രാം വെച്ചിട്ട് വേണം നമുക്ക് മേടിക്കാമെന്നുള്ളതേ ഉള്ളൂ. വലിയ റേറ്റും കാര്യങ്ങളും അത്യാവശ്യമുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് മേടിക്കാം. അതുപോലെ തന്നെ ബ്ലിഞ്ചിക്ക്, നമ്മുടെ ഗോതമ്പ് ദോശ നല്ല വിലയാണ്. നമുക്ക് നാട്ടിലുണ്ടാക്കാമെന്നുള്ള, പക്ഷേ ഇവരുടെ ഫേവറേറ്റ് സാധനമാണ്. ഇവർ മധുരമായിട്ടേ കഴിക്കത്തുള്ളൂ. ഈ ബ്ലിഞ്ചിക്ക് എന്ന് പറയുന്ന സാധനം, ഗോതമ്പ് ദോശ എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിലെ, അതിന് ബ്ലിഞ്ചിക്ക് എന്നാണ് റഷ്യയിൽ പറയുന്നത്. റഷ്യയിൽ ഫുള്ള് ചൈന മാർക്കറ്റ് പിടിച്ചിരിക്കുകയാണ്. ഹവാൽ എന്ന് പറയുന്ന കമ്പനിയുടെ ഫുള്ള് ഷോറൂമാണിത്. ഫുള്ള് ഇക്കിത്തെരുമ്പൂർഗ് സിറ്റിയാണ് നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിലെ കാഴ്ചകളായി കാണുന്നത്. എന്നാ ബ്യൂട്ടിഫുള്ളാണെന്നറിയാം. റഷ്യയിലെ 3ാമത്തെ ഏറ്റവും വലിയ സിറ്റിയാണ് ഇക്കിത്തെരുമ്പൂർഗ് എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് ചിക്കൻ കറി, പൊറോട്ടയും, മാവ് കാര്യങ്ങൾ മേടിച്ചിട്ടുണ്ട്, ചിക്കൻ. അതുപോലെ തന്നെ ഇപ്പോൾ തൽക്കാലം ടച്ചിങ്സിന് കുറച്ച് സലാഡ്, റഷ്യൻ സലാഡാണ്. നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള സലാഡുകളാണ് അതൊക്കെ റഷ്യയിൽ. ഈ വലിയ സൂപ്പർ മാർക്കറ്റിൽ പോകുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. നമുക്ക്, ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മതി. അതുപോലെ തന്നെ സമോസ, നമ്മുടെ നാട്ടിലെ സമോസയല്ല, ഇവിടെ സമോസ എന്നാണ് പറഞ്ഞിട്ട് ചിക്കൻ്റെ, അത് ചിക്കനോ ബീഫോ ആണ്, ഞാൻ ഓർക്കുന്നില്ല ഏതാണ്. നമ്മൾ കുറച്ച് അതുപോലെ തന്നെ ഗ്രില്ലടിക്കാൻ വേണ്ടിയിട്ട്, അതായത് റഷ്യയിൽ ഷഷ്ലക്കി എന്നാണ് പറഞ്ഞത്. ഇങ്ങനല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ ഞങ്ങൾ തട്ടിക്കൂട്ട് രീതിയിലാക്കിയതുകൊണ്ട് ഈ സാധനം, ഇത് പന്നിയാണ്, ഇത് നോൺ സ്പൈസിയാണ്. അതുപോലെ തന്നെ സ്പൈസി ആയിട്ട് വെക്കാൻ വേണ്ടി കുറച്ച് പന്നിയുടെ മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബാക്കി കലാപരിപാടികളിലേക്ക് കിടക്കുക. അങ്ങനെ പൊറോട്ടയുടെയും പരിപാടിയും കാര്യങ്ങളൊക്കെ കാണും. ബോൾ ഉരുട്ടി വെച്ചു, മറ്റേ നമ്മൾ ഇത് ചുറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ വീശി അടിച്ചേക്കുന്ന സാധനമാണ്. അതുപോലെ തന്നെ ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ കറിയും പൊറോട്ടയും, ബാക്കി നമുക്കെല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ വരാൻ കേട്ടോ. അങ്ങനെ കള്ളുടിയും പരിപാടിയൊക്കെ അങ്ങനെ തിമിർപ്പായിട്ട് നടക്കുന്നു. അതിൻ്റെ കൂടെ നമ്മുടെ പൊറോട്ടയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. 10-32 പൊറോട്ടയുണ്ട്. ഇങ്ങനെ നമ്മൾ ചുട്ടുകൊണ്ടിരിക്കുകയാണ് നൈസായിട്ട്. പൊറോട്ടയൊക്കെ കിടുവായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാടൻ നല്ല ചിക്കൻ കറി റഷ്യയിൽ പൊളി. ഇന്നലെ കേസ് അടിച്ചു പൂസ് മലയാളി രജനി പോലെ മാസ്. അതുകൊണ്ടൊന്നും പറ്റിയില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ രാവിലെ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. നല്ല മഴയുണ്ട് പുറത്ത്. നല്ല അടിപൊളി സിറ്റി കേട്ടോ. ഇനിയും അടുത്ത പ്രാവശ്യം എന്തായാലും ഇനി ഒന്നുകൂടെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നിങ്ങളെ നല്ല രീതിയിലേക്ക് തിരുമ്പൂർഗ് സിറ്റിയും കാര്യങ്ങളും ഒക്കെ ഇട്ട് കാണിക്കുന്നത്. ആ പാടെ സമയം കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് കാണിക്കാൻ വേണ്ടി പറ്റിയില്ല. ഇതൊക്കെ പഴയ ബിൽഡിംഗ് ആണ് കേട്ടോ. SSRൻ്റെ സമയത്ത് വെച്ച ബിൽഡിങ് കാര്യങ്ങളാണ്. കുറേ കാര്യങ്ങൾ എടുക്കണമെന്നുണ്ടായിരുന്നു, ഒന്നും പറ്റിയില്ല. ഇതാ നമുക്ക് പോകാനുള്ള ട്രെയിന്. 4-5 കൂപ്പ എങ്ങാണ്ടേ ഉള്ളൂ. കൂപ്പയല്ല, ബോഗി, സോറി. അങ്ങനെ എല്ലാ പരിപാടിയും കാര്യങ്ങളും ഇങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോകാം. അടിപൊളി കേട്ടോ. ട്രെയിനിൻ്റെ ടൈം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പക്കയായിട്ടുള്ള ടൈമാണ്. നമ്മളൊന്നും ഓർത്ത് ഇതാവേണ്ട കാര്യമില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് റഷ്യയിൽ ട്രെയിനിൽ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നത്. എന്തോ ക്ലീനും ക്ലിയറാണെന്നറിയാമോ. ആൾക്കാർ കുറവാണ്. ഇത് ലോക്കൽ പാസഞ്ചറാണ് സംഗതി. ഭയങ്കര നീറ്റും ക്ലീനും. അപ്പോൾ ഗൈസ്, എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും പുതിയ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതാണ്. പിന്നെ വിസയുടെ കാര്യങ്ങളെല്ലാവരും സൂക്ഷിക്കുക, തട്ടിപ്പുകളിൽ ചെന്ന് പെടാതിരിക്കുക.